നിർമ്മൽ ഭായി നല്ല ടെൻഷനിലാന്നല്ലേ മേ? ഓന്റെ നാട്ടിലെന്തോ പകർച്ചവ്യാധി ഉണ്ടോലും അതിന് മതിയായ ചികിത്സ അടക്കിട്ടുന്നില്ലേലും. അതല്ലേ നമ്മൾ മലയാളികൾ. കോവിഡ് വന്നു, നിപ്പ വന്നു, പിന്നെ പ്രളയം. എന്ത് വന്നാലും നമ്മളെ കൂടെ നിൽക്കാൻ LDF ഇല്ലടാ. ആ ധൈര്യം അതൊന്ന് വേറെ തന്നെയല്ലേ. ക്യാ ഹേ നിർമ്മൽ ഭായ്? मेरा फैमिली കൊണ്ടുവരട്ടെ കേരളത്തിലേക്ക്. ഓൾവേസ് വെൽക്കം ബ്രോ. എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ മറ്റാരുണ്ട് LDF അല്ലാതെ? തരം കിട്ടിയ തമ്മിത്തല്ലും, എന്നിട്ടോ ഒടുക്കത്തെ അധികാരക്കൊതി. മലയാളി തിന്നണത് ചോറ് തന്നെയല്ല. ശക്തമായ നേതൃത്വം അത് LDF-നല്ലാതെ മറ്റേ ആർക്കാ ഉള്ള ഈ നാട്ടില്? ഇവന്മാരുടെ പൂതി മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ശക്തമായ നേതൃത്വം ഉറപ്പു നൽകാൻ മറ്റാരുണ്ട് LDF അല്ലാതെ? ഇതാര്? സുമേഷ് സാറാ? നീ സർക്കാർ ജോലി എന്ന് പറഞ്ഞ് നടക്കാണ്ട് വേറെ വല്ല പണിക്കും പോയി കുടുംബം നോക്കടേ. അതൊക്കെ കിട്ടുമ്പോ നിന്റെ മൂക്കിൽ പല്ല് മുളയ്ക്കും. ഇതൊന്ന് തയ്ക്കണം. ഇത് പോലീസ് യൂണിഫോമിനുള്ള തുണിയാണ്. മൂക്കി പല്ല് മുളയ്ക്കണ കാലമൊക്കെ പണ്ടെന്ന. ഇപ്പൊ PSC നിയമനങ്ങളിൽ ഇന്ത്യയിലെ നമ്പർ 1 കേരളമാണ്. അളവെടുക്കട്ടെ സാർ. എല്ലാവർക്കും തൊഴിൽ നൽകാൻ മറ്റാരുണ്ട് LDF അല്ലാതെ? ഒരു ദിവസം എന്റെ മോനോട് ചോദിച്ചു, നമുക്ക് എന്താ അച്ഛാ സ്വന്തമായി സ്ഥലമില്ലാത്തതെന്ന്. അന്നവനോട് പറയാൻ ഒരു മറുപടി എന്റെ കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഈ യാത്രയുടെ അവസാനം ഞങ്ങളെ കാത്തിരിക്കുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഇതാണ് നമ്മുടെ സ്വന്തം സ്ഥലം, നമ്മുടെ സ്വന്തം മണ്ണ്. അച്ഛാ നമ്മക്കാരിത് തന്നേ? LDF അല്ലാതെ മറ്റാര് തരാനാ മോനെ? എല്ലാവർക്കും സ്വന്തമായി ഭൂമി നൽകാൻ മറ്റാരുണ്ട് LDF അല്ലാതെ? Oh my god, I can't believe this. What madam? The roads are so smooth. മേഡം ഒരു 10 വർഷം മുന്നേ ഇവിടെ വരുമായിരുന്നെങ്കിൽ റോഡിൽ നെഹ്റു ട്രോഫി വെള്ളം കളി കാണായിരുന്നു. കേരളം ചേഞ്ച് കംപ്ലീറ്റ്ലി മേഡം. ലാസ്റ്റ് 10 years ഇന്റർനാഷണൽ ലെവൽ റോഡ്സ്, ബ്രിഡ്ജസ് ആൻഡ് ടൂറിസം ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. Who did this? LDF അല്ലാതെ മറ്റാര് മേഡം? Sorry? Who else but LDF? Great, lovely. മറ്റാരുണ്ട് LDF അല്ലാതെ? റോഡുകളും പാലങ്ങളും ഏറ്റവും മികച്ചതാക്കാൻ മറ്റാരുണ്ട് LDF അല്ലാതെ? നിങ്ങളുടെ ഭാവി ആരുടെ കൈകളിൽ ഏൽപ്പിക്കണമെന്ന് ശ്രദ്ധയോടെ തീരുമാനിക്കുക. വോട്ട് ചെയ്യാൻ മടിക്കരുത്, മറക്കരുത്. LDF-നെ വിജയിപ്പിക്കുക. ഞാൻ പോവാട്ടാ. കുഞ്ഞിനെ കാണാനെന്നും പറഞ്ഞ് ഇവിടം വരെ വന്നത് അതിനോ? 500 കൊടുക്കാല്ലേ? ശാരദേശി ഇത് വെച്ചോളൂ. ഞാൻ കുഞ്ഞിനെ കാണാൻ വേണ്ടി മാത്രം വന്നതാ മോളെ. കൈ നീട്ടുന്ന കാലമൊക്കെ പണ്ടല്ലേ. ശാരദയ്ക്ക് സഹായിക്കാൻ മറ്റാരുണ്ട്? മറ്റാരും മോനെ, നമ്മുടെ LDF അല്ലാതെ. ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി ഉയർത്തി. എല്ലാ മാസവും മുടങ്ങാതെ വീട്ടിൽ കിട്ടുന്നുണ്ട്. 10 വർഷമായിട്ട് റേഷനും മുടങ്ങിയിട്ടില്ല. എന്റെ വക ഭാവയ്ക്ക്. ക്ഷേമ പെൻഷൻ മുടങ്ങാതെ നൽകാൻ മറ്റാരുണ്ട് LDF അല്ലാതെ? ഈ പഴയതൊക്കെ കളഞ്ഞേക്കട്ടെ ചേട്ടാ. അതൊക്കെ 10 കൊല്ലം മുമ്പുള്ള ഷർട്ടുകളാ. കേശവ മാമന്റെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കുന്നതാ. ഇതെന്താ മാമന്റെ പോക്കറ്റൊക്കെ കീറിയിരിക്കുന്നേ? കൊടുത്ത് കീറിയതാ. അപ്പൊ ഈ ചെരുപ്പോ? കയറി ഇറങ്ങി തേഞ്ഞതാ വില്ലേജ് ഓഫീസിലേ. പാവം മാമൻ. ഇന്നായിരുന്നേ മാമന് ഈ ഗതി വരില്ലായിരുന്നല്ലേ? LDF കേരളത്തിന്റെ സീൻ മാറ്റിയല്ലോ. ഇപ്പൊ കാത്തു നിൽക്കണ്ട, കയറി ഇറങ്ങണ്ട. സർട്ടിഫിക്കറ്റുകളൊക്കെ ഓൺലൈനായി അക്ഷയ സെന്റർ വഴി കിട്ടും. അതെ ഡിജിറ്റൽ കേരള. എല്ലാ രേഖകളും എളുപ്പത്തിൽ ലഭ്യമാക്കാൻ മറ്റാരുണ്ട് LDF അല്ലാതെ? താൻ എന്താണോ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്? എന്റെ മോളുടെ ഫോട്ടോ പരീക്ഷയിലൊക്കെ നല്ല മാർക്കാ. മിടുക്കി. എന്തായാലും നല്ലൊരു കോളേജിൽ ചേർക്കണം. നമുക്ക് പഠിക്കാൻ പറ്റിയില്ല. നല്ല കോളേജിൽ ചേർക്കാന്ന് വെച്ചാ ചെലവൊക്കെ നിന്നെ കൊണ്ട് താങ്ങൂ? നമ്മുടെ സ്വപ്നങ്ങൾക്ക് താങ്ങാകാനും ഇവിടെ ആൾക്കാരുണ്ടോ? അതാരാ? മറ്റാരാ? നമ്മുടെ LDF. ഡിഗ്രി വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയില്ലേ? പിള്ളേരൊക്കെ പഠിച്ചു കയറി വരട്ടെന്നേ. സൗജന്യ വിദ്യാഭ്യാസം നൽകാൻ മറ്റാരുണ്ട് LDF അല്ലാതെ?
ഗായ്സ് നമ്മുടെ കന്നി വോട്ടാ. We have to take that stand. ഓപ്ഷൻസ് കുറെ ഉണ്ടല്ലോ, നമുക്ക് കറക്കി കുത്താൻ. അമ്മൂമ്മയുടെ ക്ഷേമ പെൻഷൻ 100 രൂപ കടം വാങ്ങിയല്ലേ മോനിന്ന് പെട്രോൾ അടിച്ചത്. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്യേണ്ടി വന്നു. ആകാശത്തൊന്നും വന്നതല്ല. അമ്മൂമ്മയ്ക്ക് LDF ഒരു വീട്ടിൽ കൊണ്ടു കൊടുത്തതാ. അതുപോലെ തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞ 97% വാഗ്ദാനങ്ങളും നിറവേറ്റി. 97% പറഞ്ഞ വാക്ക് പാലിക്കുന്ന LDF-നാണ് എൻഡോൾ. സോ ഗൈസ്, നോ മോർ ഓപ്ഷൻ, ഓൺലി LDF. എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റാൻ മറ്റാരുണ്ട് LDF അല്ലാതെ? ഒന്നും പഠിക്കണ്ട മോളെ, ഇത് നമ്മളെ സർക്കാരില്ല. ഇനിയില്ല യാത്രകളിൽ അഭയമില്ലാതിരുന്ന കാലം. ഇനിയില്ല ഭയന്ന് വഴിമാറി നടന്ന കാലം. ഇനിയില്ല ഇരിക്കാൻ അനുവാദമില്ലാതിരുന്ന കാലം. ഇനിയില്ല കംഫർട്ടായി വസ്ത്രം ധരിച്ച് ക്ലാസ് എടുക്കാൻ കഴിയാതിരുന്ന കാലം. എല്ലാ സ്ത്രീകൾക്കും തണൽ ഒരുക്കാൻ മറ്റാരുണ്ട് LDF അല്ലാതെ? എന്നാലും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. എന്ത് അല്ല, ടപ്പേന്നല്ലേ ക്ലിയറൻസ് രജിസ്ട്രേഷൻ. അടുത്ത ആഴ്ച നിന്റെ ബിസിനസിന്റെ ഇനാഗുറേഷനും. കാലം മാറി മോനെ. വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ തുടർച്ചയായി കേരളം നമ്പർ 1 ആണിപ്പോ. പിന്നെ ക്ലിയറൻസ് അതൊക്കെ KSIFT വഴി ഇപ്പോ ഓൺലൈൻ ആക്കി. എടാ നിനക്കറിയോ, നമ്മുടെ കേരളമാണ് ഇൻവെസ്റ്റേഴ്സിന്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ്. പിന്നെ സംരംഭകരെ സപ്പോർട്ട് ചെയ്യാനും ഈ നാട്ടിൽ ആളുണ്ട്. LDF അല്ലാണ്ട് പിന്നെ ആര് ബ്രോ? എല്ലാ സംരംഭകരെയും ചേർത്തു പിടിക്കാൻ മറ്റാരുണ്ട് LDF അല്ലാതെ? വീഴല്ലേ, സ്കൂളിൽ ഫസ്റ്റ് ഡേ നാളെ. അതിന്റെ ത്രില്ലില്ല അതൊക്കെ. നല്ലൊരു സ്കൂളാകുമ്പോ ഡൊണേഷൻ ഒക്കെ കുറെ ആയി കാണുമല്ലോ. സ്കൂളെല്ലാം സൂപ്പർ തന്നെ, സ്മാർട്ട് ഹൈടെക്, പിന്നെ നല്ല ഫുഡും. ബട്ട് നോ ഡൊണേഷൻ. അതേ സ്കൂള്? ഏട്ടന്റെ വീട്ടിലെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? നമ്മളെ സർക്കാർ സ്കൂളില്. നമ്മളെ സർക്കാർ സ്കൂളിലേക്ക് തന്നെയാണ് എന്റെ മോനും പോകുന്നത്. പൊതുവിദ്യാലയങ്ങൾ ലോകോത്തരമാക്കാൻ മറ്റാരുണ്ട് LDF അല്ലാതെ? യാ, Monday, that works. Thank you. I am a startup star. ഇവിടെ എൻ്റെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആണ്. ചാമ്പ്യന്മാർ ഇവിടെ ചരിത്രം കുറിക്കും. സ്വന്തം കാലിൽ അഭിമാനത്തോടെ നിൽക്കും. ഇവിടെ സ്കൈ ഇസ് ദ ലിമിറ്റ്. ഇവിടെ എന്റെ കഴിവുകൾ കളർഫുൾ ആകും. കാരണം ഞങ്ങൾ കേരളത്തിലെ യങ്സ്റ്റേഴ്സ് ആണ്. ഞങ്ങളുടെ ഫ്യൂച്ചർ വൈബ്രന്റ് ആകാൻ ഇവിടെ LDF ഉണ്ട്. യുവതലമുറയെ ഉയരങ്ങളിലേക്ക് നയിക്കാൻ മറ്റാരുണ്ട് LDF അല്ലാതെ? ഫ്ലാറ്റ് ഒക്കെ കൊള്ളാം, അടിപൊളി. മാസാമാസം ഇതിന് എന്ത് കൊടുക്കേണ്ടി വരും? വാടക ഈ ഭൂമിയിൽ ഞങ്ങൾ ഇനി വാടകക്കാരല്ല ഏട്ടാ. ഇത് ഞങ്ങളുടെ സ്വന്തം ഫ്ലാറ്റോ? നീ ഇതെങ്ങനെ ഒപ്പിച്ചടേ? ആര് തന്നു? ഇതൊക്കെ മറ്റാര് ചെയ്യാനാ ചേട്ടാ? നമ്മുടെ LDF അല്ലാതെ. എനിക്ക് മാത്രമല്ല, എന്നെ പോലെ കിടപ്പാടമില്ലാത്ത 5 ലക്ഷത്തിലേറെ പേർക്ക് കൂടി കിടപ്പാടം കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും വീടുകൾ നൽകാൻ മറ്റാരുണ്ട് LDF അല്ലാതെ? ലക്ഷ്മിമോളെ ഉഷാറായല്ലോ. സോറി, സർജറിക്ക് പണമില്ലാതെ നിങ്ങൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് പോയത് ഞാൻ പിന്നെ അറിഞ്ഞു. ഇതിപ്പോ ആര് സഹായിച്ചു? ഞങ്ങളെപ്പോലുള്ളവരെ സഹായിക്കാൻ LDF അല്ലാതെ മറ്റാരാ ഡോക്ടർ? സർക്കാർ ആശുപത്രിയിൽ ഏറ്റവും മികച്ച ചികിത്സ കിട്ടിയതുകൊണ്ട് എന്റെ കുഞ്ഞ് രക്ഷപ്പെട്ടു. സർക്കാർ ആശുപത്രികൾ ലോകോത്തരമാക്കാൻ മറ്റാരുണ്ട് LDF അല്ലാതെ? ഇത് ഭാഗ്യം, കൂടുതലൊന്നും പറ്റിയില്ലല്ലോ. പ്ലാസ്റ്റർ ഇടേണ്ടി വന്നില്ലേ? കുറച്ചു ദിവസം അടങ്ങി ഇരിക്കട്ടെ വീട്ടില്. ഈ എക്സ്റേ, സ്കാനിങ്, സ്റ്റീൽ എന്നൊക്കെ പറഞ്ഞിട്ടേ ഒരുപാട് കാശായി കാണുമല്ലേ. ഞാനേ തിരക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് പേഴ്സ് എടുക്കാൻ മറന്നുപോയി. കുഴപ്പമില്ല അമ്മാവ, 10 പൈസ സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വന്നില്ല. പിന്നെ ആര് കൊടുത്തു? മറ്റാര്? നമ്മുടെ സ്വന്തം LDF. ആക്സിഡന്റായി എത്തുന്നവർക്ക് ആദ്യത്തെ 5 ദിവസത്തെ ചികിത്സ ഫ്രീ അല്ലേ ഇപ്പോ? ആക്സിഡന്റിന് സൗജന്യ ചികിത്സ നൽകാൻ മറ്റാരുണ്ട് LDF അല്ലാതെ? വണ്ടി പോലെ നിർത്തണല്ലോ പോണത് പൂരത്തിനല്ലടാ. ആനപ്പുറത്ത് കയറി പോകും, നല്ല താളെടുപ്പുള്ള കൊമ്പന്റെ പുറത്ത്. സെറ്റപ്പ് കൊള്ളാലാശാനെ. പറഞ്ഞല്ലേ KSRTC ലാഭത്തിലാക്കിയത്. നല്ല കിടിലം ബസ്സോളും സ്മാർട്ട് ട്രാവൽ കാർഡ് സർവീസ് ഉണ്ട്. ഇത് ആര് ചെയ്താശാനെ? ഇവിടെ LDF അല്ലാണ്ട് മറ്റാര് ചെയ്യാനാ? ആനയോളം വളർന്നില്ലേ നമ്മുടെ ആന വണ്ടി. KSRTCയെ ലാഭത്തിലേക്ക് ഉയർത്താൻ മറ്റാരുണ്ട് LDF അല്ലാതെ? ഈ നിൽക്കുന്ന ഇവാൻ പണ്ട് പറയുമായിരുന്നു, കടലിൽ ചെന്ന് കരയിലോട്ട് നോക്കുമ്പോൾ നെഞ്ചിനകത്തൊരാന്തലാണെന്ന്. മൂപ്പരുടെ വീടും കുടുംബവും ഈ കരയിലാണല്ലോ. പക്ഷെ ഇപ്പോ ഇവാൻ ആ പേടിയില്ല. കാരണം കരയിലിപ്പോ കരുത്തുറ്റ കടൽ ഭിത്തികളുണ്ട്, അടച്ചുറപ്പുള്ള വീടുകളുണ്ട്. കരയിലായാലും കടലിലായാലും കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ LDF ഉണ്ട്. കടലിന്റെ മക്കൾക്ക് കൈത്താങ്ങാകാൻ മറ്റാരുണ്ട് LDF അല്ലാതെ?
എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ മണ്ണാണ്. പക്ഷെ ആ മണ്ണിലിറങ്ങാൻ ഞാൻ ഭയന്നൊരു കാലം ഉണ്ടായിരുന്നു. ഒഴുക്കിയ വിയർപ്പിന് വിലയില്ലാതിരുന്ന ആ കാലം ഇന്നെനിക്ക് വെറുമൊരു ഓർമ്മ മാത്രമാണ്. കാരണം വിളകൾക്ക് താങ്ങുവില നൽകുവാനും വീണു പോകുന്ന കർഷകരെ ചേർത്ത് പിടിക്കാനും ഇപ്പോൾ ഇവിടെ ആൾക്കാരുണ്ട്. നമ്മുടെ LDF. കർഷകർക്ക് കരുത്തേകാൻ മറ്റാരുണ്ട് LDF അല്ലാതെ?